ഹായ് ഓൾ, ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു 3 kg 2 ടയർ വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. വാനില ഫ്ലേവറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നലെ തന്നെ 2 ടയറും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓവർനൈറ്റ് കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് മുന്നേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ രാവിലെ വിളിച്ചിട്ട് ഉച്ചയാകുമ്പോൾ ഒരു ബർത്ത്ഡേ കേക്ക് 2 ടയർ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്നത്തെ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാവണം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി ഐസിങ്ങൊക്കെ ചെയ്ത് 2 ടയറും ഫിനിഷിങ്ങൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. പക്ഷേ 2 മണിക്കൂർ എനിക്ക് ആ കേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് കേക്കായിട്ട് പോയി. അവിടെ എത്തിയിട്ട് കേക്ക് തുറന്ന് നോക്കിയപ്പോൾ കേക്ക് ആകെ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടതും കസ്റ്റമറുടെ മുഖം ആകെ മാറി. എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി. കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കേക്കിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ അടുത്തുള്ള ഒരു ബേക്കറി ഷോപ്പിൽ പോയി അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു കേക്ക് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു. നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റുകൊണ്ട് തന്നെ ഞാൻ ആ കേക്കിൻ്റെ കാശ് വാങ്ങിച്ചില്ല. കസ്റ്റമർ എൻ്റെ അടുത്ത് പിന്നീട് വിളിച്ച് പറഞ്ഞത് കേക്ക് കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അത് പീസാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം തന്നെ പിന്നെ ഞാൻ പ്രീ ഓർഡേഴ്സ് മാത്രമേ 2 ടയർ കേക്ക് എടുക്കാറുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ചെയ്തു തരുമെന്നൊന്നും ചോദിച്ചാൽ ഞാൻ 2 ടയർ കേക്കിൻ്റെ ഓർഡേഴ്സ് എടുക്കാറില്ല. ടയർ കേക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താഴത്തെ ടയറിൽ 3 or 4 സ്റ്റിക്ക് വെച്ചിട്ട് പിന്നെ 2 ടയറും കൂടെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 2നും കൂടെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിക്കും കൂടെ ഇറക്കിയിട്ട് സേഫായിട്ട് വേണം കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം ഈ കേക്കിൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.